ഹലോ, ഞാൻ ബവിത്. ഡിസൈൻ ഡ്രൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ടാറ്റ മറീന മോട്ടോഴ്സിൻ്റെ രാമനാട്ടുകരയിലുള്ള ഷോറൂമിലാണ്. ഇന്നിവിടെ ഞാനുള്ളത് നിങ്ങൾക്കൊരു പുതിയ ലോഞ്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ടാറ്റ കേർവിൻ്റെ പുതിയ ഡാർക്ക് എഡിഷൻ. ഓക്കെ, ഈ മാസം ടാറ്റ ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു കേർവിൻ്റെ എഡിഷനാണ്. ഓക്കെ, ഇതിനെ പറ്റിയുള്ള കുറച്ച് ചെറിയ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ഡിസൈൻ ഡ്രൈവിൻ്റെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു ഡാർക്ക് എഡിഷൻ്റെ പ്രത്യേകത ഞാൻ എടുത്തു പറയേണ്ടതില്ല. കാര്യം നമ്മൾ ഇതുവരെ കേർവിൽ കണ്ട എല്ലാ കളേഴ്സും അവർ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെഹിക്കിളിന് കുറച്ചും കൂടെ ബോൾഡ് ലുക്ക് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട് ഗ്രില്ല് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു വ്യത്യാസം. നമ്മൾ പൊതുവേ ഇതും ഈ പോർഷനൊക്കെ ബോഡി കളറായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഫുൾ കംപ്ലീറ്റ് ബ്ലാക്ക് ആയപ്പോൾ ഒരു ഓൾ ടുഗദർ പുതിയ വെഹിക്കിൾ പോലെ തന്നെയാണ് പെട്ടെന്ന് തോന്നുന്നത്. ഫ്രണ്ട് ഗ്രില്ലിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു 2D ലോഗോ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ക്രോം ചെയ്ത് ഒരു 2D ലോഗോ. അത് അത്യാവശ്യം നല്ല രസമുള്ള സാധനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഗ്രില്ല് കാണുമ്പോൾ തന്നെ കുറച്ചും കൂടി ഒരു മോണോട്ടോണസ് സോളിഡ് വെഹിക്കിളാണ് എന്നുള്ള തോന്നൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവും. ഡിസൈൻ വൈസ് വേറെ ചേഞ്ചസ് ഒന്നും വെഹിക്കിളിനില്ല. കാര്യം ഒരു പുതിയ വെഹിക്കിൾ ആയതുകൊണ്ട് ഈ ഒരു മാസം മുൻപെയാണ് ഈ വെഹിക്കിൾ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം റോഡുകളിൽ കാണാൻ പറ്റില്ല. പക്ഷേ എന്തായാലും നല്ല ബുക്കിംഗ്സ് ഈ വെഹിക്കിൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ സൈഡിലോട്ട് വരുമ്പം ഉള്ള മേജർ 2 ചേഞ്ചസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇവിടെ ഡാർക്ക് എഡിഷൻ്റെ ഒരു ലോഗോ കാണാൻ കഴിയും, ഒരു ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു എലമെൻറ്റിൽ. പിന്നെ ഇതിൻ്റെ വീൽ ആർച്ചിൻ്റെ കളർ ഇപ്പം ബോഡി കളറായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു വലിയ വെഹിക്കിളായിട്ട് പെട്ടെന്ന് കാണുമ്പോൾ ഫീൽ ചെയ്യും. മിക്കവാറും പഴയൊരു ലോഞ്ചിൽ അല്ലെങ്കിൽ പഴയൊരു ഡിസൈൻ കളറിങ്ങിൽ ആ വലിയ വീൽ ആർച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ കാണുമ്പം ചെറിയ വെഹിക്കിളായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആ ഒരു വലിപ്പം നമുക്ക് ഫോട്ടോസ് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ഏകദേശം 1800 mm വീതിയും 4308 mm ലെങ്ത്തുമുള്ള ഈ വെഹിക്കിൾ വലിയൊരു വെഹിക്കിൾ തന്നെയാണ്. ഈ വെഹിക്കിളിൻ്റെ പ്രസൻസ് റോഡുകളിൽ കാര്യമായിട്ട് തന്നെ ഫീൽ ചെയ്യും. നിങ്ങൾ ഈ വെഹിക്കിൾ റോഡുകളിൽ കാണുകയാണെങ്കിൽ ബാക്കിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ കഴിയില്ല. ബ്ലാക്ക് ഔട്ട് ആയതുകൊണ്ട് തന്നെ ഡിസൈൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡിസൈൻ്റെ ഒരു പ്രൊപ്പോർഷൻസ് ഒക്കെ ചിലപ്പോൾ ഒന്ന് ഹൈഡ് ഔട്ട് ആയി പോകും. പക്ഷേ ആസ് എ കാർ ലവർ ഈ ഒരു ബ്ലാക്ക് എഡിഷൻ എപ്പോഴും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ ഒരു കേർവിൻ്റെ വേർഷൻസിൽ. അപ്പോൾ നമുക്കൊരു ഇൻറ്റീരിയറും കൂടെ നോക്കാം എന്താണ് അവർ ചെയ്തിട്ടുള്ളതെന്ന്. ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിലും വലിയ ചേഞ്ചസ് ഇല്ല. മിക്കവാറും കളേഴ്സ് അല്ലെങ്കിൽ ഫിനിഷേഴ്സിൽ മാത്രമേ മാറ്റങ്ങളുള്ളൂ. ഇതിന് ഈ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ്. നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. EVയുടെ ആണെങ്കിലും പെട്രോളിൻ്റെ ആണെങ്കിലും. അതെൻ്റെ ഹാമർ സ്റ്റുഡിയോ എന്നൊരു ചാനലാണ് ഉണ്ടായിരുന്നത്. ഞാൻ ആ വീഡിയോസ് ഈ വീഡിയോയ്ക്ക് ശേഷം ഡിസൈൻ ഡ്രൈവ് എന്ന ചാനലിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ആ വീഡിയോസ് കണ്ടാൽ മതി. ഇതാ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പോർഷൻ ഉണ്ട്. അപ്പോൾ ഞാനൊരു ഫോൺ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ കീസ്. ഓക്കെ, നമുക്ക് ലോക്ക്, അൺലോക്ക്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള കീസൊക്കെ ഇതിലുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടെ നല്ല കീസാണ് ഈ ഒരു വെഹിക്കിളിനുള്ളത്, കേർവിനുള്ളത്. ഇവിടെ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റും. ഈ വെഹിക്കിൾ ഓൾറെഡി റിവ്യൂ ചെയ്തുകൊണ്ട് കുറേ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് മൊത്തം ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു സ്പോർട്ടി ലുക്ക് നമുക്ക് ഈ വെഹിക്കിളിൽ ടാറ്റയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് ബാക്കോട്ട് ഇട്ടിരിക്കുന്നു. ഒന്ന് ഞാൻ കുറച്ച് മുന്നോട്ടിടാം. സീറ്റിൻ്റെ റൈറ്റ് സൈഡിലാണ് കൺട്രോൾസ് ഉള്ളത്. അപ്പം ഞാനത് ഓണാക്കാൻ നോക്കുകയാണ്. ഇപ്പോഴാണ് ഈ വെഹിക്കിളിൻ്റെ ഫുൾ സെറ്റപ്പൊക്കെ ഓണായത്. ഇതിൻ്റെ ടോഗിൾ സ്വിച്ചസൊക്കെ ഇവിടെയാണ്. ശരിക്കും 2 മാനുവൽ സ്വിച്ചസ് ഈ വെഹിക്കിളിൻ്റെ ഈ ഒരു ക്ലസ്റ്ററിൽ കാണാൻ കഴിയുള്ളൂ. വലിയൊരു സ്ക്രീനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എന്തായാലും ടെക്നിക്കൽ ഡീറ്റെയിൽസ് നിങ്ങൾ ആ വീഡിയോ ഇപ്പോൾ കാണാം. നമ്മൾ ആ ഒരു സമയം ഇവിടെ ലാഭിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ മൊത്തം പോർഷൻസ് അടക്കുന്നത്. ഇതിന് ആ ഒരു സൺറൂഫും ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതാ ഈ സീറ്റിൻ്റെ ഇവിടെ ഡാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്, #ഡാർക്ക്. സീറ്റ് എന്താ നല്ല കംഫർട്ടബിളാണ്. ഇതും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ റിവ്യൂ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്ന വിചാരിക്കുന്നു. ബർഗണ്ടി കളറായിരുന്നു ഈ ഒരു സീറ്റിനും ഈ ഒരു അപ്ഹോൾസ്റ്ററിക്കും ഒക്കെ ഇവിടെയുള്ള ടച്ചുള്ള ഇവിടെയൊക്കെ. അപ്പോൾ അതെല്ലാം ബ്ലാക്കായി. അപ്പോൾ എന്തായാലും നല്ല പാഷനേറ്റ് ആയിട്ടുള്ള കാർ ലവേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ഡാർക്ക് വേർഷൻ അല്ലെങ്കിൽ ഡാർക്ക് എഡിഷൻ കേർവിൽ ടാറ്റ കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കിലോട്ട് വരുമ്പോഴും ഡിസൈനിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒരു സ്പോർട്ടി ഫിനിഷ് ഉണ്ട്. പക്ഷെ കൂടെ സ്പേഷ്യസ്നെസ് പോയോ എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഫുൾ ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു ഇടുങ്ങിയ ഫീൽ ഉണ്ടാവും. പക്ഷെ എന്തായാലും ഒരു കേർവ് എന്തൂസിയാസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഇതാ ഈ ഒരു മാനുവൽ
കേർട്ടൻസും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ നല്ലതാണ് ഒരു വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ മിക്കവാറും ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല വെയിലൊക്കെ അടിക്കുമ്പോൾ ഞാനൊക്കെ എൻ്റെ കാറിൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പീസ് നമുക്ക് എക്സ്ട്രാ വാങ്ങാൻ കിട്ടും. അത് വാങ്ങി ജസ്റ്റ് ആ മാഗ്നറ്റിക് സാധനം വെക്കുക ചെയ്യുക. ഓക്കെ, അപ്പം എന്തായാലും നല്ലൊരു കംഫർട്ടബിൾ ഫീലിംഗ് ഈ ഒരു കാറിനകത്തുണ്ട്. ഇതാ റൂഫിൻ്റെ മെറ്റീരിയൽ പോലും ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇത് പൊതുവെ എല്ലാ കാറിലും മാനുഫാക്ചേഴ്സ് ലൈറ്റ് കളറാണ് കൊടുക്കുക, കാരണം ആ സ്പേസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതുപോലും ടാറ്റ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ആ ഒരു എയിം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോകാൻ പറ്റിയൊരു കാറാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു 6 ഫുട്ട് എബോവ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കണം. കാരണം ഈ സ്പേഷ്യസ് നമ്മൾ ഈ ഹെഡ് റൂം എന്ന് പറഞ്ഞ സാധനം കുറച്ച് കുറവാണ്. എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ടാറ്റയുടെ എല്ലാ വീഡിയോസിലും കാണാറുള്ള സലീം എൻ്റെ കൂടെയുണ്ട്. സലീം ഇവിടുത്തെ കസ്റ്റമർ അഡ്വൈസറാണ്. സലീമിക്ക് പറയാനുള്ളതും കൂടെ കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മോസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റായ ഈവൻ നെക്സോൺ ആൻഡ് ഹാരിയർ, സഫാരി എല്ലാ ഒരു വെഹിക്കിളും നമുക്ക് ഡാർക്ക് എഡിഷൻ അവൈലബിൾ ആണ്. അത് പ്രകാരം കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് ടാറ്റ മോട്ടോഴ്സ് കർവിലും ഡാർക്ക് എഡിഷൻ ലോഞ്ച് ചെയ്തു. അത് ഈ മാസമാണ് നമുക്ക് ലോഞ്ച് ചെയ്തത്. ഈ ഒരു വെഹിക്കിളിൽ പിന്നെ ബോത്ത് ഐസ് ആൻഡ് EVയിലും ഈ ഡാർക്ക് എഡിഷൻ അവൈലബിൾ ആണ്. ഗ്ലോസി കാർബൺ ബ്ലാക്കിലാണ് ഈ ഒരു വെഹിക്കിൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾ നിയറസ്റ്റ് ഷോറൂമായ മറീന മോട്ടോഴ്സ് സന്ദർശിക്കൂ. അപ്പം ഈ വെഹിക്കിളിനെ പറ്റിയുള്ള മാക്സിമം വിവരങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.